പെരുമ്പാവൂർ നഗരസഭ ഓഫീസിന് മുന്നിൽ LDF കൗൺസിലർമാരുടെ സമരം രണ്ടാം ദിവസവും പിന്നിട്ടു. അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു ചേർത്ത് HMC തീരുമാനങ്ങൾ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കൗൺസിലർമാരുടെ പ്രതിഷേധം. 2 ദിവസമായി ചെയർപേഴ്സൺ നഗരസഭയിൽ എത്തുന്നുമില്ല. പെരുമ്പാവൂർ നഗരസഭ ഓഫീസിന് മുന്നിൽ LDF കൗൺസിലർമാർ നടത്തുന്ന പ്രതിഷേധ സമരം രണ്ടാം ദിവസവും പിന്നിട്ടു. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ കിടപ്പ് രോഗികൾക്ക് നൽകിയിരുന്ന സൗജന്യ പോഷകാഹാരങ്ങൾ നിർത്തലാക്കിയതിലും ജൂൺ 5 കൂടിയ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനങ്ങൾ കൗൺസിലിന്റെ അനുമതിയില്ലാതെ ചെയർപേഴ്സൺ ഏകപക്ഷീയമായി നടപ്പിലാക്കിയതിനെതിരെയുമാണ് പ്രതിഷേധം. പെരുമ്പാവൂർ മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ LDF കൗൺസിലർമാർ തുടങ്ങിവെച്ച സമരം ഇന്ന് രണ്ടാം ദിവസം പിന്നിടുകയാണ്. നമുക്കറിയാം, സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി അവിടെ കിടപ്പ് രോഗികളായി മാറുന്ന ഏറ്റവും പാവപ്പെട്ട ആളുകൾക്ക് നൽകി വന്നിരുന്ന ബ്രെഡും പാലും നിർത്തലാക്കുവാനാണ് ബഹുമാനപ്പെട്ട നഗരസഭാ അധ്യക്ഷതയുടെ ചെയർപേഴ്സൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ആശുപത്രി വികസന സമിതി യോഗം തീരുമാനിച്ചത്. അത് ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കാണേണ്ട ഒന്നല്ല. നമുക്കറിയാം, സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്നവർ ഏറ്റവും പാവപ്പെട്ടവരും സാധാരണക്കാരുമാണ്. അത് അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട് നിവേദനം കൊടുത്തിട്ട് ഇന്ന് 6 ദിവസം പിന്നിട്ടു. ഈ വിഷയം HMC എടുത്ത തീരുമാനം മുനിസിപ്പൽ കൗൺസിൽ അംഗീകരിക്കണമെന്ന് മുനിസിപ്പൽ ആക്റ്റിൽ പ്രത്യേകം പറയുന്നുണ്ട്. എന്നാൽ ആ തീരുമാനം മുനിസിപ്പൽ കൗൺസിലിൽ റിപ്പോർട്ട് ചെയ്യുക പോലും ചെയ്യാതെ അത് മുനിസിപ്പൽ കൗൺസിൽ അംഗീകരിച്ചതായി ചെയർപേഴ്സൺ സൈൻ ചെയ്തു കൊടുത്തതിനെ തുടർന്നാണ് ആ തീരുമാനം നടപ്പിലാക്കിയതെന്നാണ് ആശുപത്രി സൂപ്രണ്ട് കഴിഞ്ഞ താലൂക്ക് വികസന സമിതി യോഗത്തിൽ പറഞ്ഞത്. അപ്പോൾ മുനിസിപ്പൽ കൗൺസിലിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ചെയർപേഴ്സൺ അമിതാധികാരം ഉപയോഗിക്കുകയാണ്. അത് പാവപ്പെട്ടവരുടെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടുന്ന തീരുമാനമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് അംഗീകരിക്കുന്ന വിഷയമില്ല. ഇത് LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ സർക്കാർ ആശുപത്രിയിൽ ബ്രെഡും പാലും കൂടുതലായി മുട്ടയും കൂടി പോഷകാഹാര വിതരണം ഇന്ന് 3-ാം ദിവസത്തിലേക്ക് പിന്നിടുകയാണ്. ഇവർ എന്ന് ഈ ജനവിരുദ്ധ തീരുമാനം പിൻവലിച്ച് ഇത് ഭക്ഷണ വിതരണം പുനരാരംഭിക്കുന്നോ അന്നുവരെ LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഈ ഭക്ഷണ വിതരണം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ നടക്കും. അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു ചേർത്ത് HMC തീരുമാനങ്ങൾ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് LDF കൗൺസിലർമാർ ജൂലൈ 6 മുതലാണ് സമരം ആരംഭിച്ചത്. തീരുമാനങ്ങൾ റദ്ദ് ചെയ്യുന്നതുവരെ പ്രതിഷേധ സമരവുമായി മുന്നോട്ടു പോകാനാണ് സമരക്കാരുടെ തീരുമാനം. MLA-യുടെയും ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ കൂടിയ ഹോസ്പിറ്റൽ വികസന സമിതി റദ്ദ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇവിടുത്തെ LDF ഉള്ളിടത്തോളം കാലം ഇവിടുത്തെ LDF-ൻ്റെ കൗൺസിലർമാരും LDF പെരുമ്പാവൂർ മുനിസിപ്പൽ കമ്മിറ്റിയും അതിന് തടസ്സമില്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും ചെയർപേഴ്സൺ എടുത്ത ക്രമവിരുദ്ധമായ നടപടിക്കെതിരെ സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമരം 2-ാം ദിവസമായിട്ടും യാതൊരുവിധ ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ തീരുമാനത്തിനോ വഴങ്ങാതെ ചെയർപേഴ്സൺ ഒളിച്ചു മാറി കളിക്കുകയാണ്. ഇന്ന് 2-ാം ദിവസമാണ് സമരം നടന്നത്. നാളെയും സമരം നടക്കും. ഇത് തീരുമാനമുണ്ടാകുന്നവരെ കൗൺസിൽ കൂടി ഈ വിഷയം ചർച്ച ചെയ്ത് ഇത് പിൻവലിക്കുന്നവരെ LDF സമരത്തിലാണ് എന്നുള്ള വിവരം പ്രത്യേകം ഓർപ്പിച്ചുകൊണ്ട് നടത്തുന്നു. നേതാക്കളായ CM അബ്ദുൽ കരീം, PM സലീം, ഡോക്ടർ PS സുബിൻ, അഡ്വക്കേറ്റ് വിമൽ കുമാർ എന്നിവർ LDF കൗൺസിലർമാരുടെ പ്രതിഷേധ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. സമരം തുടരുന്നതിനിടയിൽ തുടർച്ചയായ 2-ാം ദിവസവും നഗരസഭയിൽ ചെയർപേഴ്സൺ കയറിയില്ല. LDF കൗൺസിലർമാർ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് പൊതുപരിപാടികളിൽ മാത്രം പങ്കെടുത്ത് നഗരസഭയിൽ കയറാതെ ചെയർപേഴ്സൺ മുങ്ങുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പെരുമ്പാവൂരിന്റെ ചരിത്രത്തിൽ വലിയൊരു പ്രതിഷേധ സമരം തന്നെയായിരിക്കും ഇത്. കാരണം നമ്മുടെ പെരുമ്പാവൂർ നഗരസഭയിലെ താലൂക്ക് ആശുപത്രിയിൽ വളരെ പാവപ്പെട്ട നിർധനരായ കിടപ്പ് രോഗികൾക്ക് പാലും മുട്ടയും വിതരണം ചെയ്യുന്ന തീരുമാനത്തിൽ നമ്മുടെ UDF-ൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയിൽ അധ്യക്ഷയായിരിക്കുന്ന ശ്രീ സംഗീത ഉൾപ്പെടെ അവർക്ക് കിട്ടേണ്ട ധനസഹായം പൂർണ്ണമായിട്ടും HMC മുഖേന അത് നിർത്തലാക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ 11 കൗൺസിലേഴ്സിനും വളരെ വേദനാജനകമായി തന്നെയാണ് ഞങ്ങളിവിടെ ഈ ഒരു സമരത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ 2-ാം ദിവസമാണ് ഞങ്ങൾ സമരത്തിലിരിക്കുന്നത്. ഇതുവരെയായിട്ടും ഒരു അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ഒന്ന് വന്ന് ഞങ്ങളുടെ സമരത്തെപ്പറ്റി അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന പ്രവൃത്തികളാണ് കാണാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ 15 വർഷക്കാലമായി നമ്മൾ ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ ഈ നിർധനരായ കിടപ്പ് അവർക്ക് പാലും ബ്രെഡും മുട്ടയും മുടങ്ങാതെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഈ കഴിഞ്ഞ 6 മാസക്കാലമായി വീണ്ടും UDF നേതൃത്വത്തിലുള്ള ഭരണസമിതി വന്നതിന് ശേഷം അവരുടെ ഏകപക്ഷീയമായ തീരുമാനത്തിൽ ഞങ്ങളുടെ ആരുടെയും ഒരു കൗൺസിൽ യോഗം വിളിച്ചു കൂട്ടുകയോ ആലോചിക്കാതെ
അവരുടെ ഏകപക്ഷീയമായ അല്ലെങ്കിൽ അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരുടെ തീരുമാനത്തിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട നീതിയും എല്ലാം കിട്ടാത്ത രീതിയിൽ ജനങ്ങൾക്ക് നേരെ കല്ലെറിയുന്ന ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. എന്നാൽ നഗരസഭയുടെ മുന്നിലെ ഗേറ്റിൽ LDF കൗൺസിലർമാർ പ്രതിഷേധ സമരം നടത്തുന്നതിനാൽ വൈസ് ചെയർമാൻ ബിജു ജോൺ ജേക്കബ് പിറകുവശത്തെ വാതിലിലൂടെ നഗരസഭാ ഓഫീസിലേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്കാകെ ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാതെ ഈ പൊതുപ്രവർത്തകർ ഇത്തരത്തിൽ തീരുമാനങ്ങളെടുക്കുന്നത് തികച്ചും തെറ്റാണ്. ആ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടാണ് പെരുമ്പാവൂർ നഗരസഭയ്ക്ക് മുമ്പിൽ പെരുമ്പാവൂർ നഗരസഭയിലെ ജനപ്രതിനിധികളായ ഞങ്ങൾ 11 പേർ ഇതിൻ്റെ മുമ്പിൽ ഇന്നലെ മുതൽ കുത്തിയിരിക്കേണ്ടി വന്നിട്ടുള്ളത്. ഈ സമരമുഖത്തേക്ക് കടന്നു വരാൻ ഈ ഭരണസമിതി അംഗങ്ങളോ അല്ലെങ്കിൽ ചെയർപേഴ്സണോ ഒന്നും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഈ സമരം ഇങ്ങനെ അങ്ങോട്ട് പോകും എന്ന് മാത്രം കരുതേണ്ട. ഈ സമരത്തിൻ്റെ ശക്തി, ഈ സമരത്തിൻ്റെ രൂക്ഷത ഓരോ ദിവസം ചെല്ലുന്തോറും കൂടിക്കൂടി വരുമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അറിവ്, ഒരു ബോധം ഇവിടുത്തെ ചെയർപേഴ്സണും ഭരണാധികാരികൾക്കും ഉണ്ടാകണം എന്നാണ് എനിക്കിത് പറയാനുള്ളത്. ഈ സമരം കൂടുതൽ ശക്തമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതിന് യാതൊരു തർക്കവുമില്ല. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി എന്ന് പറഞ്ഞാൽ പെരുമ്പാവൂർ നഗരസഭാ താലൂക്ക് ആശുപത്രിയാണ്. ഈ നഗരസഭാ താലൂക്ക് ആശുപത്രിയുടെ ഏത് തീരുമാനവും എടുക്കേണ്ടത് പെരുമ്പാവൂർ നഗരസഭാ കൗൺസിലാണ്. ഈ കൗൺസിൽ അറിയാതെ, കൗൺസിലെ യോഗത്തിൽ അറിയിക്കാതെ ഇത്തരത്തിലുള്ള തീരുമാനമെടുത്ത ചെയർപേഴ്സൻ്റെ ഏകാധിപത്യപരമായ നിലപാട് തിരുത്തി അടിയന്തരമായി കൗൺസിൽ വിളിക്കണമെന്നാണ് ഈ സമരം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അടിയന്തര കൗൺസിൽ വിളിക്കാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച നോട്ടീസ് നൽകിയിട്ടുള്ളതാണ്. ആ നോട്ടീസ് പ്രകാരം യോഗം ഇതുവരെ വിളിച്ചിട്ടില്ല. ആ യോഗം വിളിക്കാൻ ആവശ്യമായ നടപടികൾ ചെയർപേഴ്സൺ തയ്യാറായില്ലെങ്കിൽ ഇവിടുത്തെ പൊതുപ്രസ്ഥാനങ്ങൾ ഇതിലിടപെട്ടുകൊണ്ട് ഈ സമരം കൂടുതൽ വ്യാപിപ്പിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി, പെരുമ്പാവൂർ.